ഇന്നത്തെ പരിപാടി ഇങ്ങനെ ഊഞ്ഞാലാടി അറിയോ? ആ ഇങ്ങനെ ആണ്ടിനകത്ത് ഊഞ്ഞാലായിട്ട് വരുന്നു. ദുബായില് ഊഞ്ഞാലില്ലല്ലോ. അതാടാ ഞാനവിടെ കുതിരയാട്ടും ഇല്ല, അവിടെ ഒട്ടകമല്ലേ ഉള്ളടാ. അത് ശരിയാ, അത് ശരിയാ. എടേ ഉണ്ണി ഈ പേരൊന്ന് മാറ്റി, നീ ഉണ്ണി ഏറ്റൻ. ലാലിട്ടറായി പോയല്ലോ. എടാ ഈ 390 ഡയമണ്ട് മേടിച്ചാടോ, ഞാൻ മാറ്റാം. ഇവിടെ ഉണ്ണി ഏട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഏട്ടനാവത്തില്ല. പേരിലൊക്കെ കിടക്കട്ടെന്നേ, രസമില്ല. ഉണ്ണി ഏച്ചൻ. ആന്റിനെ നീ ആഗ്രഹിക്കുന്ന ഒരു ഏട്ടന്റെ കരുതല്. ആര്? എടാ ഞങ്ങളൊരു ആനയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഞങ്ങളും കിടന്ന് ആടും കേട്ടോ, ആനയുടെ കൂടെ. ആനക്ക് മനസ്സിലായില്ല ഇത് ഏതാ ആന, ഏതാ ആന സൂപ്പർ ആനയുടെ മോനെ, ആനയുടെ പരുവം കണ്ടോന്നൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ അറിയാൻ വയ്യാതായി. ഇതോടോ അടികൊള്ളു വന്നു. ഓടാം. അത് ആൽബം ട്രീറ്റ്മെന്റ് അടിച്ച ആനയുടെ ആനയുടെ കൂടെ ഞങ്ങളും ചാടുക, ഫോട്ടോ എടുക്കുക, എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് മാറിയപ്പോ എന്തുവെന്നറിയോ, ആന മതവിളകിയിരിക്കുകയാണെന്ന് ബോർഡ്. ആനക്ക് അപ്പൊ ഒരാൾ പറയുന്നത് ഈ ആനക്ക് മതവിളക്കിട്ട് പാപ്പാനെ വെള്ളത്തിൽ മുക്കി കൊന്ന ആനയാ. പറയാൻ പറ്റായിരുന്നു പാപ്പാനായി നിക്കുന്നേന്ന്. ആൽവിനും പാപ്പൻ എന്നൊക്കെ പറഞ്ഞോടെ നിക്കുവോ. വലത്തോട്ട് നിന്നാനെ, ഇടത്തോട്ട് നിന്നാനെ. ആന അത് കണ്ടാണ് ഈ പാപ്പനെന്ന് അറിഞ്ഞിട്ടാണ് ആന ഈ ചാട്ടം ചാടുന്നത്. എന്തുവാ ആനക്കറിയാം പാപ്പാനെയാണ്. ഈ ആന മതവിരിപ്പിലാണോ അങ്ങനെ എഴുതി വെച്ചേക്കുന്നില്ലേ? പോയത് എനിക്ക് മതമില്ലത്. ആന മതത്തിലാണെന്നോ ഇങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനിയാ ആന. സൂക്ഷിക്കുക. എന്നിട്ട് ഒരാളെ കൂടെ ഒന്ന് പറയാ, നീ ഈ ആനക്ക് 42 വയസ്സുണ്ടെന്നോ. ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേനും ഒരാൾ എന്നോട് വന്നിട്ട് പറയാ, ഞാൻ ഓടിത്തോപിച്ചു. മോനെ ഉണ്ടല്ലോ തീർന്നു പോയാണ്. ഉണ്ണി എവിടുന്നോ അടിച്ചേ ശീലം. അവൻ എന്റെ അടിമ, ഇന്നു മുതൽ അവൻ എന്റെ അടിമ. അവിടെ കേറിക്കോളാം മോനെ, ഞങ്ങള് പുറകിലുണ്ട്. മോനെ
അയ്യോ ഭയങ്കര കളിയാടാ മൈൻഡ്. അല്ലേലും ചത്ത് കഴിഞ്ഞാ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. എവിടാ നിങ്ങളങ്ങനെ ഇവിടെ നിങ്ങള് അവിടെ ഇല്ലായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ കേറുന്ന് പറഞ്ഞത് പുറകെ ഇരുന്നുണ്ട്. ഞാൻ വെച്ച് നിങ്ങളെ കൊണ്ടൊന്നും ധൈര്യത്തില് ഞാനും കേറി അടിച്ചത്. ഇവന്മാരൊക്കെ എവിടാ ആർക്കാ ഷെറോണെങ്കിൽ വാ, നമുക്ക് ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ എന്ത് വാടാ നമുക്കേ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. നിങ്ങൾ ഇനി വാ. അമ്മാരുണ്ടോളാം ഇപ്പോഴും. അമ്മാരെ എനിക്ക് തീർക്കണം, എനിക്ക് ചെയ്യണം. ഇന്ന് പ്രധാനപ്പെട്ട കാര്യം അപ്പം കടയിൽ തിന്നാം. മോളാടാ വാടാ. നിന്ന് വന്നാ മതി. നീല അവനാ. ഇനിയുണ്ട്. നീ ടോക്കുമായിട്ട് മുന്നിൽ നിന്ന് തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. നല്ല തന്നെ കേട്ടോ ഉണ്ണി. എടാ ഉണ്ണി തോക്കുമായിട്ട് ഫ്രണ്ട് ഒന്ന് ഇരുന്ന് കൊടുത്താ മതിയെന്ന്. ബാക്കി അവൻ കുനിഞ്ഞിരുന്ന് ചെയ്തു തരും. ഒരു കഥ അത് ഫ്രീ ഫയർ ഫ്രണ്ടുകളൊന്നും കളിക്കുന്നില്ല പഴയ പോലെ. അയ്യോ എന്നെ അവനെ എനിക്ക് വേണം. എടാ ഇവന്മാരെ നമ്മൾ പോയി തപ്പുമ്പോ ഇവന്മാരവിടെ ഇല്ല. തപ്പി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് അവന്മാരോട് ഇത് ഞാൻ ഏറ്റു. നീ തോക്കുമായിട്ട് നിന്ന് മതി. അവനെ കൊല്ലല്ലടാ പാവോടാ, അവനെ ഞാൻ കൊല്ലട്ടെ. ബാക്കിലെല്ലാം ആളുകളാണ്. അവനെ അവനെ ഒരേ പുള്ളിക്കളി. ഞാനൊരു വണ്ടി മേടിക്കാൻ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എടാ ഞാൻ പറഞ്ഞിട്ട് നീ ഒരു വണ്ടി മേടിക്കേ. വലുതാ. ആൽപ്പിന് ഇത് എവിടെ 100 കിലോമീറ്റർ മാറിയപ്പോൾ ഇങ്ങോട്ട് പാടും. ഞാൻ ഇവിടെ ഇവിടെ ആക്കാൻ പോകും വണ്ടി. വണ്ടി എടുത്തടാ, അലം വണ്ടി എടുത്തു. ഇനി ഈ കളി ആള് മരുന്തോ നല്ല മരുന്ന്. അയ്യോ ഈ വീട്ടാളുണ്ടാ വന്നേ. വീട്ടിലാളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്മാർ എന്റെ ജീവൻ ഇപ്പൊ എടുത്തേ. ഇപ്പൊ എന്റെ ജീവൻ പോയാലും പിന്നെ ഇത്ര വലിയ പാണ്ടിലോടും കൊണ്ട് വന്ന അവന്മാരെ ജീവനല്ലാതെ പിന്നെ എന്തുകൂടെ എടുക്കുന്നത്? എടാ ഞാൻ കുറെ എണ്ണത്തിനെ ഇവിടെ ഒതുക്കിയടാ. നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല ഇപ്പോഴത്തെ കാര്യങ്ങള്. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയാണെന്ന് പറയുന്നതല്ല. ഇവിടെ ഒരുപാട് ഡീലിങ്സ് നടന്നിപ്പോ. ഇവിടെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണ ഇവന്മാരെ. നിങ്ങളൊന്നും വിചാരിച്ച ആൾക്കാരല്ല അവന്മാര്. ഇത് അവനാണിത്. ഷാജി മസ്താൻ സലാമുദിക്കും വീരമ്പാപ്പൻ ജാലിപ്പാപ്പൻ. എന്തിനാ അങ്ങനെ കേറി ചെല്ലണോ? ഞാൻ പറഞ്ഞ കേക്ക് ജാലിപ്പാപ്പൻ. ഞാനില്ലെങ്കിൽ നിങ്ങൾ ഞാനില്ലെങ്കിൽ പ്രശ്നം. ഇതാണ് കാടി. കണ്ട ഞാൻ കേറിയോണ്ട് എനിക്ക് കൊല്ലാൻ പറ്റി. ഇതെല്ലാം മറ്റേ പരിപാടിയായിരുന്നു. വീട്ടിനകത്ത് അങ്ങനെ കേറി കൊച്ചിനെ
ഒന്നെങ്കിൽ നമ്മള് മുന്നിൽ നിന്ന് അടിക്കും, അല്ലേ നമ്മള് മുന്നിൽ നിന്ന് അടി കൊള്ളും. അല്ലെങ്കിൽ മുന്നിൽ നിന്ന് അടി കൊള്ളും, അല്ലാതെ അടുക്കള കയറിന്ന് പേടിച്ചിരിക്കുന്ന പരിപാടി നമുക്കില്ലെന്ന് പണ്ടേ അറിയാലോ. അറിയാലോ അറിയാലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇടപെടും, ഞാൻ ആ വീട്ടിൽ പോയി ഇച്ചിരി തോക്കൊക്കെ ഒന്ന് എടുത്തിട്ടേക്ക്. കാര്യം ചെയ്, നീ വക്കീലിനെ വിളിച്ചോണ്ട് പോവാ. പിള്ളാരെ എടാ ബാക്കിലടാ, ഫ്രണ്ടിലടാ, എടാ ഫ്രണ്ടിലും ബാക്കിലൂടാ. അങ്ങനെടാ. നീ ധൈര്യമായിട്ടാ ഞങ്ങൾ എടാ 1 2 3 4 എടാ 4 പേര് സിപ്പ് ലൈനിന്റെ മുകളിലെ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ക്ലൂ വാലിട്ട് കൊടുത്തതാ, അവന്റെ ഇപ്പുറത്ത് ക്ലൂ വാല് കൊടുത്തു, ഞാൻ ചാവിയെ ചെയ്തു. മണ്ടക്ക് മണ്ടക്കല്ല ഒരുത്തുന്നുണ്ട് മണ്ടക്ക് പോയി. ഇവിടെ ആരാ ഇപ്പൊ? എടാ നീ മുകളില്, അവൻ താഴെ. തോക്കൊക്കെ മാറി പോവാ. ട്രീറ്റ്മെന്റ് വെച്ചു. ഓ വിഷയമാണ്.